ഓരോരോ ചാനൽസ് ഒക്കെ മാറ്റിവെച്ച് നോക്കുന്നുണ്ടെങ്കിലും എല്ലാം ജർമ്മൻ ഭാഷ ആയതുകൊണ്ട് തന്നെ അവരും ടിവിക്ക് ഓഫാക്കി ഇരിക്കുകയാണ്. ഹേനും ഒരു റൂമൊക്കെ കാണിച്ചതിന് ശേഷം ഞാൻ ആ റൂമിൽ കിടന്നുറങ്ങിക്കോളാം. നീയും നിനക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി കിടന്നുറങ്ങിക്കോ എന്നൊക്കെ ഹ്യുനുവിന്റെ അടുത്തും പറയുകയാണ്. ഹ്യുനുവിന് ആദ്യം കാര്യമൊന്നും മനസ്സിലാകുന്നില്ല. പിന്നീട് അവനും അവളുടെ അടുത്ത് ചെന്നിട്ട് ഇന്നു മുതൽ ഞാൻ നിന്റെ ഒപ്പം കിടന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. ഇന്ന് ഒരു ദിവസത്തേക്കാണോ അതോ ജീവിതകാലം മുഴുവനാണോ എന്ന് ഹെയിൻ ചോദിക്കുമ്പോഴത്തേക്കും ജീവിതകാലം മുഴുവൻ എന്നൊക്കെ ഹ്യുൻവു പറയുന്നത് കൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് കിടക്കുന്നതും. ഹെയ്നും പാർട്ടിയിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്ന മറ്റൊരു സ്ത്രീനെ കുറിച്ചൊക്കെ പറയുകയാണ്. അവരും ഒരു കമ്പനിയുടെ സിഇഒയൊക്കെയാണ്. പെട്ടെന്ന് ഒരു ദിവസം കാർ ആക്സിഡന്റ് ഒക്കെ സംഭവിച്ച് അവൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴത്തേക്കും അവളുടെ ഹസ്ബൻഡ് അഡ്വക്കേറ്റിനുമായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. ബിൽപാത്രമൊക്കെ മാറ്റി എഴുതുവാനായിട്ടാണ് അവൻ അഡ്വക്കേറ്റുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നതെങ്കിലും ഡോക്ടർ സമ്മതിക്കാതെ വന്നപ്പോഴത്തേക്കും അവൻ ഒരുപാട് ബഹളമുണ്ടാക്കി. ആ ഒരു ബഹളമൊക്കെ കേട്ട് ഹോസ്പിറ്റലിന്റെ അകത്തുണ്ടായിരുന്ന അവൾ എണീക്കുകയും ചെയ്തു. ഇവനെ പോലെയുള്ള ഹസ്ബൻഡുമാരെല്ലാവരും മരിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഹെയ്ൻ പറഞ്ഞതിന് ശേഷം എല്ലാ ഹസ്ബൻഡുമാരും നിന്നെ പോലെ അല്ലല്ലോ എന്ന് കൂടി ഹ്യുനുവിനോട് ചോദിക്കുന്നു. എനിക്ക് അസുഖമാണെന്ന് കേട്ടപ്പോൾ നീ ആദ്യം എന്നോട് എന്താ പറഞ്ഞതെന്നറിയാമോ? നീ എന്നെ സ്നേഹിക്കുന്നുവെന്നാണ്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എന്റെ ശ്വാസമൊക്കെ ശരിക്കാണോ എന്ന് അറിയുവാനായിട്ട് നീ ചെക്ക് ചെയ്തില്ലേ? ഞാൻ എടുക്കുന്ന ചുമച്ചപ്പോൾ പോലും നീ എത്രത്തോളം പാനിക്കായി. എന്റെ വിൽപത്രത്തെ കുറിച്ച് ഒന്നും തന്നെ നീ ഇതുവരെയായിട്ട് എന്നോട് ചോദിച്ചില്ല. ഒരു ദിവസം മുഴുവൻ പോലും നീ എന്നെ കുറിച്ച് ഓർത്തിട്ട് ഉറങ്ങാതെയൊക്കെ ഇരുന്നില്ലേ? അതാണ് എന്റെ ഹസ്ബൻഡ്. നിന്നെപ്പോലെ നീ മാത്രമേ ഉള്ളൂ. ഞാനും ഒറ്റയ്ക്കാണ് ഇവിടെ വന്നതെന്നൊക്കെ അറിഞ്ഞിട്ട് നീയും എന്നെ കാണുവാനായിട്ട് ഫ്ലൈറ്റ് പിടിച്ചൊക്കെ വന്നില്ലേ? നിന്നെ പോലുള്ളൊരു ഭർത്താവിനെയൊക്കെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്ന് അവൾ പറയുമ്പോഴത്തേക്കും അവനും അല്ല എന്നൊരു മറുപടിയൊക്കെ മനസ്സിൽ പറയുകയാണ്. ഹെയ്ൻ ഉറങ്ങുമ്പോഴത്തേക്കും ഹിനുവും അവളുടെ കൈക്കകത്തൊക്കെ അവന്റെ കൈ വെച്ച് കഴിയുമ്പോഴത്തേക്കും അവളും അവന്റെ കയ്യിലൊക്കെ മുറുക്കെ പിടിക്കുന്നു. ഇനി അവിടെ ഉണ്ടായിരുന്ന ഒരു പള്ളിയിലൊക്കെ പോയി ഹ്യുൻവു ഹെയ്നു വേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. നേരത്തെ ഹ്യുൻവുവും ഫ്രണ്ട് കൂടി ചേർന്നിട്ട് ആയിരുന്നല്ലോ പാർട്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രണ്ട് വിളിച്ച എല്ലാ ഫ്രണ്ട്സും എത്തിയിരിക്കുകയാണ്. ഹ്യുൻവു മാത്രമേ എത്താനുള്ളൂ. അങ്ങനെ ഇരിക്കെ ഹ്യുൻവുവിനെ ഫ്രണ്ട് കോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുമാണ് ഹ്യുൻവു ഇപ്പോൾ ജർമ്മനിയിലാണ് ഉള്ളതെന്ന കാര്യമൊക്കെ അവനും അറിയുന്നത്. ഹ്യുൻവു എന്തുകൊണ്ടാണ് ഇവിടെ വരാത്തതെന്നൊക്കെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോഴത്തേക്കും ഹ്യുൻവു ഒരുപാട് മാറിപ്പോയെന്നായിരുന്നു ഹ്യുൻവുന്റെ ഫ്രണ്ടിന്റെ മറുപടി. ഹെയ്നും ഇപ്പോൾ ഒരു മെയിലൊക്കെ വന്നിരിക്കുകയാണ്. ഹെയ്ൻ കണ്ടിട്ടുണ്ടായിരുന്ന ഡോക്ടറിനെയൊക്കെ ഹ്യുൻവുവും ചെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഹെയ്നെ ട്രീറ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ലെന്നായിരുന്നല്ലോ ഡോക്ടർ ഹെയ്നോട് പറഞ്ഞത്. പക്ഷെ ഹ്യുൻവുവും ഇപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ഹെയ്ന്റെ കയ്യിൽ നിന്നും നിങ്ങൾ പണമൊക്കെ തട്ടിയെടുത്ത് അവൾക്ക് ചികിത്സ നിഷേധിച്ചു എന്ന രീതിയിൽ ഞങ്ങൾ കേസ് കൊടുക്കുന്നതായിരിക്കുമെന്നും പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റൽ പോലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല എന്നുമൊക്കെ ഡോക്ടറിനോട് പറയുന്നു. നിങ്ങളും അവൾക്കൊരു പ്രതീക്ഷയൊക്കെ നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലെങ്കിലും ഒന്ന് ചികിത്സിച്ച് നോക്കിക്കൂടെ എന്നൊക്കെ അവൻ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഡോക്ടറും ചികിത്സിക്കാൻ വന്ന് സമ്മതിക്കുകയാണ്. ഹെയ്ന്റെ ബ്ലഡിലുണ്ടായിരുന്ന WBCയുടെ കുറവ് കൊണ്ടായിരുന്നു ട്രീറ്റ്മെന്റ് ഒന്നും നൽകുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കൗണ്ടൊക്കെ കൂട്ടുന്ന ട്രീറ്റ്മെന്റ് ആദ്യം നടത്തിയിട്ട് പിന്നീട് പ്ലാൻ ചെയ്ത രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നടത്താമെന്നൊക്കെ ഹെയ്നും മെയിൽ വന്നിരിക്കുകയാണ്. ഹ്യുനുവും ആ ഒരു രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളോടും അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഹ്യുൻവു ഡോക്ടറിനെ കണ്ട കാര്യം മാത്രം അവളോട് പറയുന്നുമില്ല. ഹിനു മെമ്മറി കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന കടയിൽ ഉൻസിങ് എത്തിയിരിക്കുകയാണ്. ആ ഒരു കടക്കാരെ ഹെൽപ്പ് ചെയ്യാമെന്നും ഉൻസിങ് പറയുന്നു. അയാളുടെ കയ്യിൽ നിന്നും കിട്ടിയ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ഗ്രേസ്കോയുടെ കയ്യിലും എത്തിയിരിക്കുകയാണ്. ഗ്രേസ്കോയും ഡാഹൈനെ അതൊക്കെ കാണിച്ചിട്ട് നീ പിടിക്കപ്പെടാതെ ഇരിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷേ നമ്മളെല്ലാവരും ഒരേ ടീമിലുള്ള ആളുകൾ ആയതുകൊണ്ട് തന്നെ എങ്ങാനും ഞാൻ പിടിക്കപ്പെടുകയാണെങ്കിലും ആ ഒരു തെളിവ് നശിപ്പിക്കേണ്ടത് നീയാണെന്ന് പറഞ്ഞ് ഡാഹൈ നിൽക്കുകയാണ്. ഉൺസിങ് ട്വിൻസ് ഗ്രൂപ്പ് മൊത്തത്തിൽ സ്വന്തമാക്കിയതിനു ശേഷം അവിടെയുള്ള ആളുകളുടെ കാര്യം എന്താകുമെന്ന് ഡാഹൈ ചോദിക്കുമ്പോഴത്തേക്കും സൂചോളിന്റെ കാര്യമാണോ നിനക്ക് അറിയേണ്ടതെന്നൊക്കെ ഗ്രേസ്കോയും ചോദിക്കുന്നുണ്ട്. പക്ഷേ സൂചോളിന്റെ കാര്യമൊന്നും തനിക്ക് അറിയേണ്ടതായിട്ടില്ല എന്നും താൻ ഒരിക്കൽ പോലും സൂചോളിനെ സ്നേഹിച്ചിട്ടില്ല എന്നും ഡാഹയും തുറന്നു പറയുന്നു. മര്യാദയ്ക്കൊന്ന് പുകവലിക്കാൻ പോലും എനിക്ക് സാധിക്കുകയില്ല. ആ ഒരു വിഷമത്തിലാണ് ഞാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ ഒരു പണവും പദവിയും എല്ലാം തന്നെ തന്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെടണമെന്നാണ് ഡാഹി ആഗ്രഹിക്കുന്നതും. അങ്ങനെയിരിക്കെ ഇതിനു മുമ്പും അവൾ പുകവലിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഗ്രേസ്കോയും അതൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അതിനെക്കുറിച്ച് സംസാരിച്ച് അവിടെ നിന്നും ഡാഹി ഇറങ്ങി വരുമ്പോഴത്തേക്കും ഗ്രേസ്കോയുടെ സ്പായിൽ അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയും ഗ്രേസ്കോയും മാത്രമായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഗ്രേസ്കോ ഒരു കാര്യമൊക്കെ അമ്മയോട് പറയുകയാണ്. ഹ്യുനു എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഹെയ്ൻ എഴുതിയിട്ടുണ്ടായിരുന്ന വിൽപത്രത്തെക്കുറിച്ചൊക്കെ ഞാനും ഹ്യുനുവോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓൺസിംഗുമായിട്ടുള്ള പ്രൊജക്റ്റ് ഒക്കെ ഇല്ലാതാക്കുവാനായിട്ടാണ് ഇപ്പോൾ ഹ്യുനു ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് മാത്രം തീരുമാനം എടുത്താൽ മതിയെന്ന് അവൻ പറഞ്ഞതും. ഉറപ്പായിട്ടും
ആ ഒരു പ്രൊജക്റ്റൊക്കെ അതായത് സോച്ചോളുടെ പ്രൊജക്റ്റൊക്കെ എന്നേക്കുമായിട്ട് ഇല്ലാതാകുന്നതായിരിക്കുമെന്നൊക്കെ ഗ്രേസ്കോ പറഞ്ഞു കൊടുക്കുന്നു. മുത്തശ്ശൻ പറഞ്ഞ രീതിയിലുള്ള ടെസ്റ്റൊക്കെ നടത്തുമ്പോഴത്തേക്കും ഇനിയും സമയമൊക്കെ വൈകുന്നതാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപക്ഷെ ഉത്സങ്ങിന്റെ മനസ്സൊക്കെ മാറിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാതെയും പോകാം. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഇപ്പോൾ ഇതിന് അനുവദിക്കണം. സൂചോളം അങ്ങനെ മുത്തശ്ശന് പുറകെയൊക്കെ നടക്കുമ്പോഴത്തേക്കും ഡാഹയും പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ചൊക്കെ ഓർക്കുന്നു. സൂചോളിനെ കളിക്കുവാനായിട്ട് ഇരുത്തിയതിനു ശേഷം മുത്തശ്ശനും സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കുവാനായിട്ട് പോകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഉൺസിങ്ങും കയ്യിലുണ്ടായിരുന്ന ബോളൊക്കെ വെച്ചിട്ട് സൂചോളിനിട്ടും എറിയുന്നു. അവനും ഇരുന്ന് കരയുമ്പോഴത്തേക്കും വീണ്ടും ഉൺസിങ് ബോളൊക്കെ വെച്ച് എറിയുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അവനെ തടഞ്ഞിട്ടുണ്ടായിരുന്നതും ഹെയിനായിരുന്നു. എന്റെ അനിയൻ ഒന്നാമതൊരു പൊട്ടനാണ്, അവനെയൊക്കെ നീ എന്തിനാണ് എറിയുന്നത്, നീ അവനേക്കാളും വലിയ പൊട്ടനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹെയിനും ഉൺസിങ്ങിനെതിരായിട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും ഉൺസിങ്ങും പോകുന്നു. ഇത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സൂചോളനെ സമാധാനിപ്പിക്കുന്നതിന് പകരമായിട്ട് ഹെയിനും വീണ്ടും അവനിട്ട് ഒരു അടിയൊക്കെയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് കരയാതിരിക്കുവാനും പറഞ്ഞിട്ട് പോകുന്നു. അപ്പോൾ ഡാഹയും അവന്റെ അടുത്ത് വന്നതിന് ശേഷം നീ ചെറുമാന്റെ ഒരേ ഒരു മകനാണോ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു, പക്ഷെ ചേട്ടൻ മരിച്ചുപോയി. ഇപ്പോൾ എനിക്ക് ഈ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഹെയിനെ ഉദ്ദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നീ ഒരേ ഒരു മകനാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, കുറച്ചുകൂടി വലുതായി കഴിയുമ്പോൾ നമുക്കങ്ങ് വിവാഹം കഴിക്കാമെന്നൊക്കെ ഡാഹയും പറയുന്നു. പക്ഷെ അവനും അപ്പോൾ പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഡാഹയും അവനെ തല്ലുവാനായിട്ട് കൈയൊക്കെ പൊക്കുകയാണ്. പക്ഷെ അവനും അവിടെ നിന്നും പേടിച്ചോടുന്നു. ഇപ്പോഴും മുത്തശ്ശന്റെ പിറകെ കാര്യസാധ്യത്തിനായിട്ടൊക്കെ അവൻ നടക്കുമ്പോഴത്തേക്കും അവൻ എന്തൊരു മണ്ടനാണെന്നൊക്കെ ഡാഹയും ഓർക്കുന്നു. സൂചോളിന്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ സൂചോളിനെ പോലെ ഒന്നും അല്ലല്ലോ ഇരിക്കുന്നതെന്നൊക്കെ ആന്റി പറയുമ്പോഴത്തേക്കും അവൻ ശരിക്കും എന്നെ പോലെ തന്നെയാണെന്ന് സൂചോളും പറയുന്നു. ഇനി ഗ്രേസ്കോ ആകട്ടെ DNA ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നുവെന്നും ഇത് സൂചോളിന്റെ കുഞ്ഞ് തന്നെയാണെന്നും പറയുകയാണ്. നിങ്ങൾ എന്താ ഡാഹ ഇരിക്കുന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ? എന്റെ പേരൻസോ ഗ്രാൻഡ് പേരൻസോ എന്നെ കുറിച്ച് എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ അതെല്ലാം തന്നെ കേട്ടിരിക്കുന്നതാണ്. പക്ഷെ എന്റെ ഭാര്യനെയും കുഞ്ഞിനെയും കുറിച്ചും അങ്ങനെ ഒന്നും സംസാരിക്കരുത്. ഈ ഒരു സ്ഥലത്തിരുന്ന് ഫുഡ് കഴിക്കുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അവനും അവരുടെ എല്ലാവരുടെയും അടുത്ത് ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോകുന്നു. ഇപ്പോളും സൂചോൾ കുഞ്ഞിനെ നോക്കിയതിനു ശേഷം കുഞ്ഞിനും അവനും ഒരേപോലത്തെ കണ്ണും മൂക്കും മറ്റുമാണെന്നൊക്കെ പറയുകയാണ്. എന്തായാലും കുഞ്ഞ് തികച്ചും അവനെ പോലെ മാത്രമാണെന്നും പറയുന്നു. ഞങ്ങളുടെ ഈ ഒരു ഫാമിലിയിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആളാണ് ഞാൻ. ചേച്ചി എപ്പോഴും എന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. ഞാനും എപ്പോഴും മുത്തശ്ശന്റെ വഴക്കും കേട്ടുകൊണ്ടിരിക്കും. എന്നെ എല്ലാവരും മോശമായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്തൊക്കെ ആയാലും നിങ്ങളെ രണ്ടുപേരെയും ഒരിക്കലും ആരും മോശമായിട്ട് കാണുകയില്ല. ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും റിസോർട്ടിന്റെ ആ ഒരു പ്രൊജക്റ്റ് ഒക്കെ നല്ല രീതിക്ക് കൊണ്ടുവരും. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കുവാനും സാധിക്കുമെന്നൊക്കെ ഡാഹയ്ക്കും അവൻ വാക്ക് നൽകുന്നു. യുനുമോന്റെ നാട്ടിലേക്ക് കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട് യൂട്യൂബിൽ കണ്ട സ്ഥലം ഇതാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴാണ് അവരും വീഡിയോ ഒക്കെ കണ്ടത്. ഹെയിൻ വന്ന് ഫുഡ് കഴിച്ച സ്ഥലമാണ് ഇത് എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള റെസ്റ്റോറന്റിലും മറ്റും പല രീതിയിലുള്ള ബോർഡുകളൊക്കെ വരയ്ക്കുകയാണ്. ആളുകളും തിരഞ്ഞു പിടിച്ച് ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് ഫോട്ടോസും എടുക്കുന്നു. ഫേമസ് ആയിട്ടുള്ള ആളുകൾ പല സ്ഥലങ്ങളിലും പോകും. ബാക്കിയുള്ള ആളുകളാകട്ടെ അവരെ ഫോളോ ചെയ്ത് അവർ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കും. ഇത് പതിവുള്ള ഒരു കാഴ്ചയാണെന്നൊക്കെ ചേച്ചിയും പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഹെയിന്റെ കയ്യിലൊക്കെ ഡോഗ് ഇരുന്നിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ നാട്ടിലെ ഡോഗ് വരെ ഫേമസ് ആകുന്നു. അവരുടെ നാട് മൊത്തത്തിൽ പുരോഗമിച്ചിരിക്കുകയാണ്. എല്ലാ കടകളിലൂടെയും ഒരുപാട് ആൾക്കാരൊക്കെ വരികയാണ്. റെസ്റ്റോറന്റിലും മറ്റുമുള്ള ഫുഡ് പോലും തീർന്നു പോകുന്നു. അച്ഛനും ഫ്രണ്ട്സും വളരെ ഹാപ്പി ആയിട്ടൊക്കെ അഭിമാനത്തോടു കൂടി തന്നെ വഴിയിലൂടെയൊക്കെ നടന്നു വരുന്നു. മൊത്തത്തിൽ ആ ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ മാറിയത് കൊണ്ട് തന്നെ ഈ ഇലക്ഷനും അച്ഛൻ തന്നെ ആയിരിക്കും വിജയിക്കുക എന്നൊക്കെ അവർ പറയുകയാണ്. പക്ഷെ അങ്ങനെ ഇരിക്കാണ് മറ്റൊരു ട്വിസ്റ്റ് ഒക്കെ നടക്കുന്നത്. അച്ഛന്റെ എതിരായിട്ടുള്ള സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നല്ലോ, പുള്ളിക്കാരനാകട്ടെ ഹെയിൻ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് ഇരുന്ന സമയത്ത് പുള്ളിക്കാരന്റെ കടയിലെ ആപ്പിളൊക്കെ ഹെയിന് കഴിക്കുവാനായിട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ വീഡിയോ ഒക്കെ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു നാടൊക്കെ ആപ്പിളുകളുടെ നാടായി മാറിയിരിക്കുകയാണ്. ഒരുപാട് ഓർഡേഴ്സും വരുന്നു. അവരും ആപ്പിളൊക്കെ ഒരുപാട് വിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അച്ഛനും മൊത്തത്തില് ആകെ വിഷമിച്ചു പോവുകയാണ്. അച്ഛന്റെ എതിർ സ്ഥാനാർത്ഥി ഹെയ്ൻ ആപ്പിളൊക്കെ കൊടുത്തത് നിങ്ങൾ എന്തിനാണ് വീഡിയോയിൽ ആഡ് ചെയ്തത്? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് നഷ്ടമാണ് വന്നിട്ടുള്ളതെന്നൊക്കെ അറിയാമോ എന്നൊക്കെ ചേച്ചിയും കൂടെയുള്ള ഗേൾസിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അവരാകട്ടെ ഒരു കാര്യം ചെയ്യാം, അടുത്ത തവണ ഹെയ്ൻ വരുമ്പോഴത്തേക്കും നമുക്ക് അച്ഛനെ കൊണ്ട് അച്ഛന്റെ ഫ്രൂട്ടൊക്കെ നൽകാമെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ 5 ലക്ഷം ആൾക്കാർ ഈ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ ഇനി എഡിറ്റ് ചെയ്തിടുവാനൊന്നും സാധിക്കുകയുമില്ല. അവരെല്ലാവരും ചേച്ചിയുടെ കടയിൽ ഇരുന്നുകൊണ്ട് പല പ്ലാനിങ്ങും നടത്തുമ്പോഴത്തേക്കും ചേച്ചിക്കും മൊത്തത്തിൽ അതൊന്നും ഇഷ്ടപ്പെടാതെ അവരെ കടയിൽ നിന്നും പുറത്താക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടി ഹിനുവിന് ഹായിക്ക് നൽകുമ്പോഴത്തേക്കും ഇവൻ വിവാഹിതനാണെന്നൊക്കെ ഹെയ്നും പറയുകയാണ്. നീ സാധാരണയായിട്ട് ഗേൾസിന്റെ ഇടയിൽ വളരെ പോപ്പുലർ ആണല്ലോ,
പ്രിൻസിപ്പളുടെ മകളുമായിട്ടും അങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ഹെയിൻ ചോദിക്കുന്നു. ഹ്യുൻവുവും അങ്ങനെ ഒന്നും അല്ലായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവളുടെ പേരൊക്കെ കൃത്യമായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹം നടക്കാതെ പോയതെന്നൊക്കെ ഹെയിൻ ചോദിക്കുന്നു. അങ്ങനെ ഒന്നുമില്ല, ഞങ്ങളാകട്ടെ ഒന്നിച്ചിരുന്ന ഒരു ഫുഡ് പോലും കഴിച്ചിട്ടില്ല എന്ന് ഹ്യുൻവു പറയുമ്പോഴത്തേക്കും ഫസ്റ്റ് ലവ് ആകുവാനായിട്ട് അങ്ങനെ ഫുഡ് കഴിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് ഹെയിൻ പറയുന്നത്. അകലെ നിന്നും അയാളെ കാണുമ്പോൾ നിനക്ക് സന്തോഷമൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിൽ അയാളെക്കുറിച്ച് ഓർക്കാതിരിക്കുവാനായിട്ട് നിനക്ക് കഴിയുന്നില്ല എങ്കിൽ അയാളെ കാണുവാൻ വേണ്ടി മാത്രം വന്ന വഴിയിലൂടെ വീണ്ടും വീണ്ടും നീ പോക്കുകയാണെങ്കിൽ അതാണ് നിന്റെ ഫസ്റ്റ് ലവ് എന്നാണ് ഹെയിൻ പറയുന്നത്. ഹെയിൻ അങ്ങനെ പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിന്റെ സംസാരമൊക്കെ കേട്ടിട്ട് നിനക്ക് എക്സ്പീരിയൻസ് ഉള്ള പോലെയാണല്ലോ തോന്നുന്നത്. ആരാ, ഓൺസിംഗ് ആണോ നിന്റെ ആദ്യത്തെ പ്രണയം എന്നൊക്കെ ഹെയിനോട് ഹ്യുനുവും ചോദിക്കുന്നു. അത് ബസ്സിലെ ഒരാളാണെന്നാണ് ഹെയിനും മറുപടിയൊക്കെ നൽകുന്നത്. കുറച്ച് ദിവസമായിട്ട് CCTV ക്യാമറ സ്വന്തം തന്നെ വർക്കിംഗ് അല്ലാത്തത് കൊണ്ട് തന്നെ അതിന്റെ റിപ്പയറിങ്ങിന് കുറച്ച് ആൾക്കാരൊക്കെ എത്തിയിരിക്കുകയാണെന്നാണ് ഹെയിന്റെ അച്ഛന്റെ അടുത്ത് അവിടെയുള്ള സ്റ്റാഫ് ഒക്കെ അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ CCTVക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഇപ്പോൾ അവർ അതൊക്കെ ഓഫ് ചെയ്തിട്ട് ഹ്യുൻവുന്റെ റൂമിൽ എത്തിയതിനു ശേഷം ആരും അറിയാതെ ഹ്യുൻവുന്റെ ലോക്കറൊക്കെ തുറക്കുന്നു. അങ്ങനെ ലോക്കർ തുറന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് ലോക്കറിന്റെ ഉള്ളിൽ നിന്നും ഡിവോഴ്സിന്റെ നോട്ടീസൊക്കെ ഗ്രേസ്കോയ്ക്കും കിട്ടുന്നത്. അല്ലെങ്കിലും ഇതുപോലത്തെ ഫാമിലിയിലൊക്കെ ഒന്നിച്ച് ജീവിക്കുവാനായിട്ട് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് അത് കാണുന്ന ഗ്രേസ്കോയും പറയുന്നത്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.